CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടിക്കാട് പുതിയ കോറി പ്രവർത്തിക്കാൻ ആവശ്യമായ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ തള്ളി ചെർപ്പുളശ്ശേരി നഗരസഭ. ബുധനാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. പ്രദേശത്ത് പുതിയ കോറി ആരംഭിക്കുന്നതിനുള്ള നീക്കം ഒരു തരത്തിലും അനുവദിക്കരുതെന്ന് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ഒരുപോലെ ആവശ്യപ്പെട്ടു. ചർച്ചയിൽ നഗരസഭാ പരിധിയിലുള്ള എല്ലാ കോറികളുടെയും സർവേ നമ്പർ പരിശോധിക്കാനും തീരുമാനമായി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ SB രാജു തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായിരുന്ന TM ശശി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനായുള്ള തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ജില്ലാ കളക്ടർ K സുധീർ വരണാധികാരിയായിരുന്നു. മഞ്ചേരി മാലാങ്കുളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് സംഭവം. പറമ്പിൽ ജോലിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കാടിനുള്ളിൽ തലയോട്ടി കണ്ടത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച വയോജന പാർക്ക് കാടുകയറി നശിക്കുന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച പാർക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതരുടെ അവഗണന മൂലം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നത്. വീട്ടിക്കാട് പുതിയ കോറി പ്രവർത്തിക്കാൻ ആവശ്യമായ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ തള്ളി ചെർപ്പുളശ്ശേരി നഗരസഭ. ബുധനാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. പ്രദേശത്ത് പുതിയ കോറി ആരംഭിക്കുന്നതിനുള്ള നീക്കം ഒരു തരത്തിലും അനുവദിക്കരുതെന്ന് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ഒരുപോലെ ആവശ്യപ്പെട്ടു. ചർച്ചയിൽ നഗരസഭാ പരിധിയിലുള്ള എല്ലാ കോറികളുടെയും സർവേ നമ്പർ പരിശോധിക്കാനും തീരുമാനമായി. നഗരസഭയുടെ കരട് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ട സ്ഥലം ഡ്രൈ അഗ്രികൾച്ചർ സോണിൽ നിന്നും മാറ്റി ഇൻഡസ്ട്രിയൽ സോണിലേക്ക് മാറ്റുന്നതിന് സ്ഥലമുടമ കാഞ്ഞിരപ്പുഴ സ്വദേശി ശ്രീനിവാസൻ നൽകിയ അപേക്ഷ പരിഗണിച്ചുള്ള അജണ്ടയിലാണ് ചർച്ച നടന്നത്. പ്രദേശത്തിന് ഒരു കോറി കൂടി താങ്ങാനാവില്ലെന്നും നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന തീരുമാനം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്ന് സ്ഥലം വാർഡ് കൗൺസിലർ കൂടിയായ പ്രജിത്ത് യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇനി ആ പ്രദേശത്തിന് ഒരു കോറി താങ്ങാനുള്ള ശേഷിയില്ല. ആ പ്രദേശവാസികൾക്ക് ഇങ്ങനൊരു സംഭവം നേരിടാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഈ കോറി മാഫിയക്ക് ഞങ്ങളെ വീട്ടിക്കാടിനെ വിട്ടുകൊടുക്കരുത് എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ അജണ്ട പരിഗണിക്കേണ്ടതില്ല എന്നാണ് അവിടുത്തെ ജനപ്രതിനിധി നിലയിലേക്ക് പറയാനുള്ളത്. വെൽഫെയർ പാർട്ടി കൗൺസിലർ സമീറ ഗഫൂർ പോസ്റ്റർ ഉയർത്തിയാണ് പ്രതിഷേധിച്ചത്. നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ മറ്റു കോറികൾ നിൽക്കുന്ന സ്ഥലം ഇൻഡസ്ട്രിയൽ സോണിൽ ഉൾപ്പെട്ടതിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും തരംമാറ്റൽ അനുവദിക്കരുതെന്നും BJP കൗൺസിലർ P ജയൻ ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും ഇൻഡസ്ട്രിയൽ സോണിലേക്ക് ഈ സ്ഥലം ഉൾപ്പെടെ അവിടെ പ്രദേശത്ത് ഡ്രൈ അഗ്രികൾച്ചറൽ സോണിൽ കിടക്കുന്ന സ്ഥലങ്ങൾ മാറ്റണം എന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ അതില് ഇരട്ട നീതി മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇൻഫ്രാ ഗ്രാനൈറ്റിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന തരത്തിലുണ്ടായതിന് ഞാൻ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ല. കൃത്യമായിട്ടും അവിടെ ഒരു കോറി ഇനിയും കോറിക്കുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. ഒരു കാരണവശാലും വീട്ടിക്കാട് ഇനിയും ഒരു കോറി താങ്ങാനുള്ള ശേഷി ആ പ്രദേശത്തിനില്ല എന്ന് സൂചിപ്പിക്കുക. പ്രദേശം കോറി സോണായി മാറ്റാൻ അനുവദിക്കരുതെന്നും ജനങ്ങളുടെ പ്രയാസത്തിനൊപ്പം നിന്ന് നഗരസഭ വിശദമായ പരിശോധനകൾ നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് ആവശ്യപ്പെട്ടു. ഇത് വിശദമായ പരിശോധനയ്ക്ക് സത്യസന്ധമായ അന്വേഷണത്തിന് വീണ്ടും ഇത് മാറ്റിവെക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിയമപരമായ എല്ലാ വശങ്ങളും പഠിച്ച് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു പ്രദേശത്തിന്റെ ആകെ മേപ്പെടുത്താൽ ഒരു സ്ഥലം മാത്രം അങ്ങനെ നിൽക്കുകയും ബാക്കിയുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ ആക്കി പോവുകയും ഇപ്പോ അവിടെയൊക്കെ ഇതിനൊക്കെ കൊടുക്കുന്നതിനെതിരെ ചില ആളുകൾ അവിടെ വലിയ തോതിലുള്ള മുറവിളി കൂട്ടുകയും ചെയ്യുമ്പോൾ എന്തൊക്കെയോ ഇതിന്റെ ഉള്ളിൽ ഒരു കാണാച്ചരടുകളുണ്ടോ എന്നുകൂടെ ഞാൻ സംശയിക്കുകയാണ്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ കൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സമാധാനപരമായ സ്വൈര ജീവിതമാണ് ഏറ്റവും പ്രധാനം. ആ സ്വൈര ജീവിതത്തിന് അനുസൃതമായ നിലപാട് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തോന്നുന്നു. ഒരു കാരണവശാലും അനുവാദം നൽകരുതെന്ന് സച്ചിദാനന്ദൻ, ലീഗ് കൗൺസിലർ മീര നൌഫൽ എന്നിവരും യോഗത്തിൽ പറഞ്ഞു.
ഇരട്ട നീതി എന്ന ആരോപണത്തിൽ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ട വീട്ടിക്കാട് മലനിരകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളുടെ സർവേ നമ്പറിൽ പരിശോധന നടത്തി ഇത്തരത്തിൽ കൃത്രിമം നടന്നോ എന്ന് പരിശോധിക്കണമെന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമേജ് പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ കരട് മാസ്റ്റർ പ്ലാൻ ഇവിടെ താഴത്ത് സ്കെച്ച് ഇരിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവേ നമ്പറുകൾ കൂടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ സർവേ നമ്പറിൽ നേരത്തെ പറഞ്ഞ സർവേ നമ്പറുകളിൽ എന്തെങ്കിലും അപാകതകൾ നമുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അവിടെ നമ്മൾ ബന്ധപ്പെട്ട വില്ലേജ് അധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ റവന്യൂ അധികാരികളിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ കറക്റ്റ് ചെയ്തിട്ടാണോ നമ്മളത് അത്തരം സർവേ നമ്പറുകൾ ഇതിന്റെ ഭാഗമായി കൊണ്ട് ഉൾപ്പെടുത്തി എന്നുള്ള സാങ്കേതിക പരിജ്ഞാനം നമ്മൾ ഇതിന്റെ ഭാഗമായി കൊണ്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് ഇക്കാര്യത്തിൽ ദുരൂഹതകളൊന്നും ഇല്ലെന്നും ഭൂമി തരം മാറ്റുന്നതിനുള്ള അനുമതി നൽകേണ്ടതില്ലെന്ന് വൈസ് ചെയർമാൻ C. ജയകൃഷ്ണനും നഗരസഭാ പരിധിയിലുള്ള എല്ലാ ക്വാറികളുടെയും സർവേ പരിശോധിക്കാമെന്നും ചെയർപേഴ്സൺ KT ജംസിയയും പറഞ്ഞു. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആശങ്കകളും അതുപോലെ തന്നെ പരാതികളും നിലനിൽക്കെ ആ ഒരു പരാതി അല്ലെങ്കിൽ ശ്രീ ശ്രീനിവാസൻ നമുക്ക് തന്ന ഈ ഒരു പരാതി പരിഗണിക്കേണ്ടതില്ല. നമുക്ക് നിലവിൽ എന്താണോ മാസ്റ്റർ പ്ലാനിലുള്ള സ്ഥിതിഗതിച്ച അത് സ്ഥിതി തുടരണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ഞാനും ആ ഒരു പ്രദേശത്തെ ഒരു നിവാസി എന്ന നിലയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഈ ഒരു തീരുമാനം പറയുന്നത്. നിലവിലുള്ള എന്താണോ ഏത് സോണിലാണോ കിടക്കുന്നത് അതിനുള്ള ഒരു അനുമതി തന്നെ കൊടുക്കാവൂ, മാറ്റി കൊടുക്കേണ്ടതില്ല. അവരുടെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും അവർക്ക് നേടിയെടുക്കാനുള്ള നിയമ നടപടികളിലൂടെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ ചെർപ്പുളശ്ശേരി നഗരസഭ ഇതിലും ഒരു കോറി തുടങ്ങാനുള്ള ഒരു അനുമതി നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. ഇനിയും ഒരു കോറി വരുമോ എന്നുള്ള ആശങ്കയാണ്. എന്നാൽ മറ്റേ ഒരാൾക്ക് നീതി കിട്ടണം എന്നുള്ളത് വേറെ വശം. അതിനുവേണ്ടിയാണ് നമ്മളിതെല്ലാം 1ഉം 2ഉം കമ്മിറ്റിയൊക്കെ നീട്ടിപ്പോയി. പക്ഷേ ഇന്ന് നഗരസഭ എടുക്കുന്ന നഗരസഭയുടെ തീരുമാനം നിലവിൽ മാസ്റ്റർ പ്ലാനിൽ എന്താണോ കിടക്കുന്നുണ്ടെങ്കിൽ അതാകത്തെ പടി തൽസ്ഥിതി തുടരും. ഇദ്ദേഹത്തിന് നീതി കിട്ടാൻ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ഉന്നത നീതിപീഠത്തിലേക്ക് പോകാം, സർക്കാരിലേക്ക് പോകാം. അപ്പോൾ അതിനും എന്ത് വേണം? ഇവിടെ ഒരു തീരുമാനം വേണം. അതുകൊണ്ടാണ് ഈ തീരുമാനം നീട്ടുന്നില്ല എന്ന് പറയാം. ഞാനാണെങ്കിലും നിങ്ങളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്, അവരോടൊപ്പമാണ് ഈ നഗരസഭയുടെ ഭരണസമിതി. അതുകൊണ്ടാണ് ഈ തീരുമാനം എന്നുള്ള നിലയ്ക്ക് പറയുന്നത്. CCN ചെർപ്പുളശ്ശേരി. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച വയോജന പാർക്ക് കാടുകയറി നശിക്കുന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച പാർക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതരുടെ അവഗണന മൂലം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ പച്ചായിൽ അമ്പലത്തിനു സമീപമാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജനകീയാസൂത്രണം 2022-23, 2023-24 വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയ 8 ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ 2 ലക്ഷവും ഉൾപ്പെടെ ആകെ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2025 നവംബർ മാസത്തിൽ പ്രദേശത്തെ വയോജനങ്ങളെ പങ്കെടുപ്പിച്ച് വലിയ ആഘോഷത്തോടെയായിരുന്നു പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ അതിനുശേഷം നാളിതുവരെ ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച 2 ബെഞ്ചുകളും ഒരു സ്റ്റേജും മാത്രമാണ് നിലവിൽ ഈ പാർക്കിൽ ഉള്ളത്. തുടർ സംരക്ഷണമില്ലാത്തതിനാൽ ബെഞ്ചുകൾ പൂർണ്ണമായും തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. പാർക്കിൽ കാടുകയറിയതോടെ പ്രദേശം പാമ്പുകൾ അടക്കമുള്ള ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറി. പാർക്കിന് തൊട്ടടുത്തു തന്നെ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയിലെ രോഗികൾക്കും ഭിന്നശേഷി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇത് വലിയ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. വയോജനങ്ങൾക്കായി നിർമ്മിച്ച ഒരു പൊതുസ്വത്ത് നോക്കുകുത്തിയായി നശിക്കുമ്പോഴും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പ്രതിഷേധം ഉയരുന്നുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആയാലും ശരി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയാലും ശരി, ശ്രദ്ധയില്ലായ്മയും മാത്രമല്ല അനാഥമയോടെ തുറന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ തുറന്ന് ലഭിച്ചാൽ കിടക്കാനുള്ളിൽ മനുഷ്യനുകൾ കിടക്കുന്നേ ഇല്ല. ഇങ്ങനെയുള്ള ചില അനാവശ്യമായ വേണ്ട രീതിയിൽ ഒന്നുകിൽ പരിപാലിക്കപ്പെടാതെ പോകുന്ന ഇങ്ങനെ ഈ സാമ്പത്തികമായി അനാസ്ഥ കാട്ടുന്ന ഈ പഞ്ചായത്തിൻ്റെ അശ്രദ്ധ ഈ ജനങ്ങളും
വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി കൂടെന്ന് പറയാം. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. പക്ഷേ ഈ സ്ഥാപനം ഇങ്ങനെ നശിക്കുമ്പോൾ നമുക്ക് കാണുന്നതായിട്ട് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് കുടുംബത്തിന് 4 ലക്ഷം രൂപ വെച്ചിട്ടാണെങ്കിൽ 2 ആൾക്ക് കൊടുക്കാമെന്ന് പറയാം. 10 ലക്ഷം രൂപ വീടുണ്ടാക്കാൻ കൊടുക്കാൻ കഴിയും. പക്ഷെ അതൊന്നും ഇല്ലാതെ അനാവശ്യമായി ചിലവഴിച്ച് നടക്കുന്ന ഈ ഒരവസ്ഥ കാണാൻ വളരെ കഷ്ടമാണ്. എങ്ങനെയാണ് അതിൻ്റെയൊക്കെ 4 ഭാഗം കൂടി നോക്കുമ്പോൾ കാണാം. നമുക്ക് ഈ അടുത്തിരിക്കുന്നവർക്ക് പേടിക്കേണ്ടി, കാരണം വലിയ ഈ പറഞ്ഞ ഇഴജന്തുക്കൾ ഇതിനൊന്നും അങ്ങോട്ടേക്ക് പോകാനും കടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഈ പഞ്ചായത്ത് ഭരണാധികാരികൾ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതിനുള്ള പ്രതികരണം ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ ഇതിൽ പറയാനുള്ളത്. കാരണം ഒരു ശ്രദ്ധയുമില്ല. അങ്ങനെ എന്തോ ഉണ്ടാക്കി വെച്ചു, അങ്ങനെ പോകുന്നു, അങ്ങനെ കിടക്കുന്നു. അതേ അവസ്ഥ തന്നെ 4 പുറം കാട് പിടിച്ച് കിടക്കുന്ന വലിയൊരു അന്ധകാരത്തിൽ കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതിന് മാറ്റമുണ്ടാകണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാൻ. ഗ്രാമപഞ്ചായത്തിനോടും അതുപോലെ തന്നെ ഈ ഭരണാധികാരികൾ പണം മുടക്കുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ അത് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ചെയ്യണമെന്നും കൂടിയാണ് എനിക്ക് പറയാം. CCN കടമ്പഴിപ്പുറം. മഞ്ചേരി മാലാങ്കുളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് സംഭവം. പറമ്പിൽ ജോലിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കാടിനുള്ളിൽ തലയോട്ടി കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. തലയോട്ടി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസും വിരലടയാള വിദഗ്ധരും പരിസര പ്രദേശങ്ങളിൽ വിശദമായ തിരച്ചിൽ നടത്തിയെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളോ അവശിഷ്ടങ്ങളോ കണ്ടെത്താനായിട്ടില്ല. കണ്ടെത്തിയ തലയോട്ടി എത്ര പഴക്കമുള്ളതാണെന്നും ആരുടേതാണെന്നും കണ്ടെത്തുന്നതിനായി കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നും മേഖലയിൽ നിന്ന് മുൻപ് കാണാതായവരെ കേന്ദ്രീകരിച്ചും മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ SB രാജു തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായിരുന്ന TM ശശി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനായുള്ള തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ജില്ലാ കളക്ടർ K. സുധീർ വരണാധികാരിയായി. 31 അംഗ ജില്ലാ പഞ്ചായത്തിൽ 29 പേരാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. TM ശശി വിജയിച്ച പല്ലശ്ശന ഡിവിഷനിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാത്തതിനാൽ ഒഴിവ് കിടക്കുകയാണ്. കുടുംബപരമായ കാരണങ്ങളാൽ അമ്പലപ്പാറ ഡിവിഷനിലെ അംഗവും തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നില്ല. വോട്ടെടുപ്പിൽ പങ്കെടുത്ത് വോട്ട് ചെയ്ത 21 അംഗങ്ങളിൽ 17 വോട്ടുകൾ നേടിയാണ് SB രാജു വിജയിച്ചത്. UDF-ൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച കപ്പൂർ ഡിവിഷനിലെ കോൺഗ്രസ് അംഗം TK സുനിലിന് 12 വോട്ടുകൾ ലഭിച്ചു. ജില്ലയുടെ സമഗ്ര വികസനത്തിനായി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് സ്ഥാനമേറ്റ ശേഷം SB രാജു പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങിവെച്ച എല്ലാ പദ്ധതികളും അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് അടിയന്തരമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഫണ്ടും മറ്റും കുറയുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ കുറവ് പ്രോജക്റ്റുകളെ ബാധിക്കും. എന്നാൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഏത് പ്രോജക്റ്റുകൾക്കാണോ മുൻഗണന കൊടുക്കേണ്ടത് അതുപ്രകാരം പാലക്കാട് ജില്ലയുടെ എല്ലാ മേഖലയുടെയും സർവ്വതോമുഖമായ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും നമ്മുടെ ഭാവി നാടിനു വേണ്ടി അനുകൂലമായ ഒരു പ്രോജക്റ്റുകളും പദ്ധതികളും ഒക്കെ ആവിഷ്കരിക്കുന്നതിനും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നേതൃത്വപരമായി പങ്കുവഹിക്കും. ഫണ്ടിന്റെ പരിമിതിയുണ്ടെങ്കിലും മുൻഗണനാക്രമം നിശ്ചയിച്ച് വികസന പദ്ധതികൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCN കടമ്പഴിപ്പുറം. തോട്ടി ഉപയോഗിച്ച് പ്ലാവിൽ നിന്ന് ചക്ക ഇടുന്നതിനിടെ ചക്ക തലയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുലാപ്പറ്റ ചീനിക്കടവ് കുബ്രോട്ടിൽ വീട്ടിൽ ശശിയാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഉയർന്ന പ്ലാവിൽ നിന്ന് നീളമുള്ള മുളന്തോട്ടി ഉപയോഗിച്ച് ചക്ക പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ചക്ക തലയിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശശിയെ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CCN ചത്തല്ലൂർ. ചെത്തല്ലൂർ നിവാസികളുടെ 1 വർഷത്തോളം നീണ്ട യാത്രാ ദുരിതത്തിന് പരിഹാരമായി പൂവത്താണി ചെത്തല്ലൂർ മുറിയൻകണ്ണി റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പുനരാരംഭിച്ചു. പൂവത്താണിയിൽ നിന്നാണ് ടാറിംഗ് പണികൾ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ റോഡിന്റെ ഒരു വശം 1 കിലോമീറ്ററോളം ദൂരത്തിൽ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്.
ആകെ 4.5 കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ ടാറിങ്ങിനൊപ്പം കുഴിയടയ്ക്കൽ പ്രവൃത്തികളും വേഗത്തിൽ പുരോഗമിക്കുന്നു. കുഴിയടയ്ക്കൽ തിങ്കളാഴ്ചയോടെ പൂർത്തിയാകുമെന്നും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 4 ദിവസത്തിനകം ടാറിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും കരാർ കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. വാഹന ഡ്രൈവർമാരും കമ്പനി ജീവനക്കാരുമടക്കം 60ഓളം പേരാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത്. KRFB പ്രതിനിധികളും സ്ഥലത്തെത്തി മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24 കോടി രൂപ ചിലവിലാണ് മലബാർ ടെക് കമ്പനി റോഡ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. 2025 ഓഗസ്റ്റിൽ ആരംഭിച്ച പണികൾ ഏപ്രിലോടെ ഉപരിതല പ്രവൃത്തികൾ പൂർത്തിയാക്കിയെങ്കിലും ടാർ ലഭ്യതക്കുറവ് കാരണം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് മെറ്റലുകൾ ഇളകി റോഡിൽ കുഴികൾ രൂപപ്പെടുകയും യാത്ര ദുഷ്കരമാവുകയും ചെയ്തു. ഇതിനെതിരെ നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് MLAയുടെ ഇടപെടലിലൂടെ പ്രവൃത്തികൾ പുനരാരംഭിച്ചത്. റോഡ് പണികളുടെ ഭാഗമായി ഈ മാസം 31 വരെ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വഴി പോകേണ്ട വാഹനങ്ങൾ 53 പാലോട് നാട്ടുകൾ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. തച്ചനാട്ടുകര, ശ്രീകൃഷ്ണപുരം, വെള്ളിനേഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. ആദ്യഘട്ടത്തിൽ മുറിയൻകണ്ണി പാലം വരെയുള്ള ഭാഗമാണ് ടാർ ചെയ്യുന്നത്. രണ്ടാം ഘട്ടത്തിൽ പാലവും ശേഷിക്കുന്ന റോഡും ടാർ ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി. CCN ചത്തല്ലൂർ. മുണ്ടൂർ തൂത് സംസ്ഥാന പാതയിൽ കരാറുകാർ ഏറ്റെടുത്ത സ്ഥലത്ത് മാലിന്യക്കൂമ്പാര്. പ്രതിഷേധവുമായി നാട്ടുകാർ. അനധികൃത നിക്ഷേപം പറ്റില്ല. അത് മാഷം ഇടപെട്ട് പഞ്ചായത്തും കൂടി ഇടപെട്ട് എല്ലാവരും കൂടി പറഞ്ഞ് ഈ മണ്ണ് ഉപയോഗിക്കണം. എന്തെങ്കിലും സർക്കാരിന്റെ കാര്യങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കണം. ഇത് ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ല. ഞങ്ങളിവിടെ ക്ഷേത്ര പരിസരമാണ്. ഞങ്ങൾ കുറെ കുടുംബങ്ങളുണ്ട്. നമുക്ക് ഡിസ്പോസ് ചെയ്യാനാണ് ഉള്ളത്. മുണ്ടൂർ തൂത് സംസ്ഥാന പാതയിൽ മംഗലാംകുന്നിനും തിരുവാഴിയോട് പോലീസ് സ്റ്റേഷനും ഇടയിലുള്ള മണിയാണി മഹാകാളി ക്ഷേത്ര പ്രദേശത്തെ റോഡ് പണി കരാറുകാർ ഏറ്റെടുത്ത 6 ഏക്കറോളം സ്ഥലത്താണ് തുണികളും കക്കൂസ് മാലിന്യങ്ങളും തള്ളിയിട്ടിട്ടുള്ളത്. പ്രദേശത്ത് റോഡ് പണി സമയത്ത് അധിക മണ്ണ് നിക്ഷേപിച്ച മണൽത്തിട്ട ഒഴിവാക്കണമെന്ന ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചു. നിലവിൽ ഈ പ്രദേശത്തെ മണൽത്തിട്ടയുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശിയായ രാമചന്ദ്രന്റെ പരാതിയിൽ ലോകായുക്ത പരാതിയിൽ അന്വേഷണം നടന്നുവരുന്നുണ്ട്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഈ മണ്ണ് നിക്ഷേപം നടത്തിയിരുന്നു. ഇന്ന് മണ്ണ് നിക്ഷേപത്തിന് പുറമെ കണ്ടമാനം വേസ്റ്റുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഉത്തരവാദി എന്ന് ഇവിടെ ആർക്കും അറിയുന്നില്ല. കമ്പനിക്കാരോട് പറഞ്ഞാൽ അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ഈ പ്രദേശത്തെ മാലിന്യമാക്കാൻ അനുവദിക്കില്ല. ഈ മണ്ണും ഈ വേസ്റ്റുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടുന്ന് അത് മാറ്റി ഈ പ്രദേശത്തിൻ്റെ പഴയ രീതിയിലേക്ക് എത്തിക്കുക തന്നെ വേണം. അതിന് വേണ്ടപ്പെട്ട അധികാരികൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. CCN കടമ്പഴിപ്പുറം. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 16ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 1 മലപ്പുറത്ത് ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ET മുഹമ്മദ് ബഷീർ MP മുഖ്യ പ്രഭാഷണവും ഡോക്ടർ അബ്ദുസമദ് സംതാനി MP അനുസ്മരണ പ്രഭാഷണവും നടത്തും. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും MT അബ്ദുള്ള മുസ്ലിയാരും അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും. മന്ത്രിമാരായ PK ബഷീർ, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ എന്നിവരുൾപ്പെടെ വിവിധ ജനപ്രതിനിധികളും നേതാക്കളും പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന ദേശീയ സെമിനാറിൽ മുൻ ദ ടെലഗ്രാഫ് പത്രാധിപർ R രാജഗോപാൽ, അഡ്വക്കേറ്റ് VK ഹാരിസ് ബീരാൻ MP, മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി, ഡോക്ടർ സനന്ദ് സദാനന്ദൻ, ഡോക്ടർ ഷാഹിനമോൾ എന്നിവർ ഭരണഘടന, പൗരത്വം, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ന്യൂനപക്ഷ രാഷ്ട്രീയം, പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ, വികസനവും സാമൂഹിക നീതിയും തുടങ്ങിയ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ AP അനിൽകുമാർ, മന്ത്രി KM ഷാജി, മന്ത്രി VE ഗഫൂർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, അക്കാദമിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ സംഘാടക സമിതി ചെയർമാൻ P അബ്ദുൽ ഹമീദ്, പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ AK സൈനുദ്ദീൻ, ഡയറക്ടർ അബ്ദുള്ള ബാവൂർ, KT അമാനുള്ള, PV അഹമ്മദ് സാജു, AM അബൂബക്കർ, M മുഹമ്മദ് സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ചെത്തല്ലൂർ അത്തിപ്പറ്റ റോഡിൽ കൂറ്റാമ്പാറ പാടശേഖരത്തിന്റെ തോടിന് കുറുകെ നിർമ്മിക്കുന്ന
തോട്ടുപാലത്തിന്റെ പണികൾ പൂർത്തിയാകാത്തത് യാത്രക്കാർക്ക് വലിയ ദുരിതമാകുന്നു. നിർമ്മാണം പാതി വഴിയിലായ പാലത്തിലൂടെയുള്ള യാത്ര ഇരുചക്ര വാഹനക്കാർക്കും മറ്റു വലിയ വാഹനങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. പിന്നെ റോഡ് പണിയെടുത്തിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. ഇതിൽ വണ്ടി ഓട്ടോറിക്ഷയും ചെറിയ വണ്ടികളൊക്കെ ഇറങ്ങുമ്പോൾ അടി തട്ടുകയാണ്. ഇങ്ങനെ ഒരു കോറി വേസ്റ്റ് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ക്ലിയർ ആക്കി തന്നാൽ വളരെ നന്നായിരുന്നു. കാറിൻ്റെയും ചെറിയ കാറുകളുടെയൊക്കെ അടിവശം തട്ടിയിട്ട് ആകെ പ്രശ്നങ്ങളായിട്ട് ഇപ്പം നാളെ ഒരു കാറിൻ്റെ സൈഡൊക്കെ വളഞ്ഞു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് തോട്ടിൽ നിന്നും 2 മീറ്റർ ഉയരത്തിലും 3 മീറ്റർ വീതിയിലും തോട്ടുപാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ കലുങ്ക് നിർമ്മാണം പൂർത്തിയാകാൻ തന്നെ 3 മാസത്തോളം സമയമെടുത്തു. ഇതിനുശേഷമുണ്ടായ കനത്ത മഴയിൽ തോട്ടുപാലത്തിന്റെ വശങ്ങൾ തകരുകയും ചെയ്തു. നിലവിൽ പാലത്തിന്റെ മധ്യഭാഗത്ത് ഭീമൻ കുഴികൾ രൂപപ്പെട്ട് മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്കൂൾ ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ നിരന്തരമായി കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. കുഴിയുള്ള വിവരം അറിയാതെ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ്. പാലത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ കോറി വേസ്റ്റിട്ടെങ്കിലും താൽക്കാലികമായി നികത്തി അപകട സാധ്യത കുറയ്ക്കാനുള്ള നടപടികളെങ്കിലും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. 1.5 മാസത്തിന്റെ മുകളിലായിട്ട് നമുക്കിപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. കാരണം കാറാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും അടിയിൽ വണ്ടി അടിയെട്ടുന്ന എല്ലാ വാഹനങ്ങളുടെയും പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. പഞ്ചായത്തിന്റെ വാർഡിന്റെ മെമ്പർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധയിൽ നമ്മളിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രതികാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. CCN ചെത്തല്ലൂർ. മിനിറ്റ്സ് ബുക്ക് UDF അംഗം കൈക്കലാക്കി ഓടിയെന്ന ആരോപണത്തെ തുടർന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ട് LDF പ്രവർത്തകരുടെ പ്രതിഷേധം. 2 മണിക്കൂറോളം പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ടതിനെ തുടർന്ന് ഭരണസമിതി അംഗങ്ങളും പ്രതിപക്ഷവും തമ്മിൽ പഞ്ചായത്ത് മുറ്റത്ത് രൂക്ഷമായ വാക്പോരും ഉന്തും തള്ളും ഉണ്ടായി. ഇന്റർനെറ്റ്, DTP, ഫോട്ടോസ്റ്റാറ്റ്, ഓൺലൈൻ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കായി പുതുക്കിയ ഏകീകൃത റേറ്റ് ചാർട്ട് ഇന്റർനെറ്റ് ആൻഡ് DTP വർക്കേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മേഖലയിലെ നിരക്കുകൾ പരിഷ്കരിക്കുന്നത്. IDPWA എന്ന സംഘടന രൂപം കൊണ്ടത് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 2021 രൂപം കൊണ്ട് 5 വർഷം പിന്നിട്ട് 2026 എത്തിയപ്പോഴാണ് റൈറ്റ് ചാർട്ട് ഒന്ന് പരിഷ്കരിക്കണം എന്നുദ്ദേശിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ ഇങ്ങനെ ജില്ലാ തലത്തിൽ ഇതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് മലപ്പുറത്ത് നടന്നത്. മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് സെക്രട്ടറി VP നിസാർ, അസോസിയേഷൻ സംസ്ഥാന അച്ചടക്ക സമിതി ചെയർമാൻ മജീദിന് നൽകി റേറ്റ് ചാർട്ടിന്റെ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ വിതരണോദ്ഘാടനം മുതിർന്ന അംഗം രാമകൃഷ്ണന് നൽകി ജില്ലാ പ്രസിഡന്റ് ഷീജ എടപ്പാൾ നിർവഹിച്ചു. 5 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് മേഖലയിലെ നിരക്കുകൾ പരിഷ്കരിക്കുന്നത്. ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ വില വർധനവ്, കടമുറി വാടക, ജീവനക്കാരുടെ വേതനം എന്നിവയിലുണ്ടായ വർധനവ് കാരണം വ്യവസായം നേരിടുന്ന പ്രതിസന്ധി പരിഗണിച്ചാണ് നിരക്കുകൾ പുതുക്കാൻ നിർബന്ധിതമായതെന്ന് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലുള്ള ഫോട്ടോസ്റ്റാറ്റ് നിരക്കുകളും ചാർട്ടിൽ ഏകീകരിച്ചിട്ടുണ്ട്. പുതിയ നിരക്കുകൾ 2026 ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. വയോധികർക്ക് അത്യാവശ്യമായി വേണ്ട പെൻഷൻ മസ്റ്ററിംഗ് തടസ്സമില്ലാതെ നടത്തുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾക്ക് പുറമെ എല്ലാ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾക്കും CSC കേന്ദ്രങ്ങൾക്കും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് IDPWA സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഇത് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതിൽ പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ കേരളത്തിൽ ഇന്ന് ഈ മേഖലയുടെ ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു. കാരണം കേരളത്തിലെ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഏത് മേഖല വാടക നിരന്തരം ഓരോ വർഷവും വർദ്ധിക്കുന്നു. ഇലക്ട്രിസിറ്റി വർദ്ധിപ്പിക്കുന്നു. യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് ഈ ഉപകരണങ്ങളുടെ വില വർധനവ്, ഇതൊരിക്കലും നമ്മുടെ സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ചെറിയൊരു പരിഷ്കരണമായി സംഘടന മുന്നോട്ട് വന്നത്. ഒരു ഏകീകൃത സ്വഭാവം കേരളത്തിൽ മൊത്തത്തിൽ കൊണ്ടുവരിക. അത് 2021 നമ്മൾ 3 രൂപ റൈറ്റ് ചാർട്ട് ഇറക്കിക്കൊണ്ടാണ് ഈ സംഘടന രൂപം കൊണ്ടത്. IDPWA മലപ്പുറം ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഓഗസ്റ്റ് 1 താനൂരിലും പെരിന്തൽമണ്ണയിലും തുടക്കമാകും. വാർത്താ സമ്മേളനത്തിലും ചടങ്ങിലും ജില്ലാ ഭാരവാഹികളായ ജമാൽ, ജംഷിദ, ഷിബു, മജീദ് എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരെ അനുസ്മരിച്ച് സമസ്ത മലപ്പുറം ജില്ലാ ആസ്ഥാനമായ മലപ്പുറം സുന്നി മഹലിൽ അനുസ്മരണ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സമസ്തയുടെ ദൈക്ഷണിക വളർച്ചയ്ക്കും വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിലെ പുരോഗതിക്കും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് സംഗമം അനുസ്മരിച്ചു. സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ പരിപാടി വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സമസ്ത പ്രസ്ഥാനത്തിന് നെടുനായകത്വം വഹിക്കുമ്പോഴും പൂർവിക പാതയിൽ സമുദായ ഐക്യത്തിനും പുരോഗതിക്കും എന്നും ഊന്നൽ നൽകിയ നേതാവായിരുന്നു അദ്ദേഹമെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ ഒരു വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിലക്കാൻ കഴിയാത്തതുമാണ്. ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വം സമസ്ത കേരള ജമിയത്തുൽ എന്ന സംഘടനകൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിനും ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ എണ്ണമറ്റതാണ്. നമുക്കെല്ലാവർക്കും അതറിയാം. മതവിദ്യാഭ്യാസ രംഗത്തും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ സമൂഹത്തിൽ ഒരൈക്യം ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ ജീവിതകാലത്ത് ഈ വർത്തമാന കാലത്തെ ജീവിച്ച മനുഷ്യർക്ക് വേണ്ടി സമസ്ത വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷനായി. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി ആമുഖ പ്രഭാഷണം നടത്തി. കോഴിക്കോട് വലിയ ഖാസി നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മന്ത്രിമാരായ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, AP അനിൽകുമാർ, സമസ്ത കേന്ദ്ര മുഷവർ അംഗങ്ങളായ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടിക്കാട് പുതിയ കോറി പ്രവർത്തിക്കാൻ ആവശ്യമായ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ തള്ളി ചെർപ്പുളശ്ശേരി നഗരസഭ. ബുധനാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. പ്രദേശത്ത് പുതിയ കോറി ആരംഭിക്കുന്നതിനുള്ള നീക്കം ഒരു തരത്തിലും അനുവദിക്കരുതെന്ന് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ഒരുപോലെ ആവശ്യപ്പെട്ടു. ചർച്ചയിൽ നഗരസഭാ പരിധിയിലുള്ള എല്ലാ കോറികളുടെയും സർവേ നമ്പർ പരിശോധിക്കാനും തീരുമാനമായി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ SB രാജു തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായിരുന്ന TM ശശി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനായുള്ള തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ജില്ലാ കളക്ടർ K സുധീർ വരണാധികാരിയായിരുന്നു. മഞ്ചേരി മാലാങ്കുളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് സംഭവം. പറമ്പിൽ ജോലിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കാടിനുള്ളിൽ തലയോട്ടി കണ്ടത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച വയോജന പാർക്ക് കാടുകയറി നശിക്കുന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച പാർക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതരുടെ അവഗണന മൂലം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.